ഒരു അസുഖം വന്നാൽ കിടത്തി ചികിത്സ വേണ്ടി വന്നാൽ ആദ്യം നമ്മളൊന്ന് ആലോചിക്കും. കാരണം ഒടുവിൽ ലഭിക്കുന്ന ബില്ലിൽ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാകില്ലേ എന്നൊരു ചിന്ത ഏതൊരു സാധാരണക്കാരനുമുണ്ട്. പക്ഷേ അതിനൊരു പ്രതിവിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നത്. സ്വകാര്യ ആശുപത്രികളിലെ പൊള്ളുന്ന മുറി വാടക നിയന്ത്രിക്കാൻ സുപ്രധാന ശുപാർശയുമായി പാർലമെന്ററി സമിതി രംഗത്തെത്തിയിരിക്കുകയാണ്. ആശുപത്രികളിലെ അടിസ്ഥാന മുറി വാടക ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള 3 സ്റ്റാർ ഹോട്ടലുകളുടെ ശരാശരി വാടകയേക്കാൾ കൂടാൻ പാടില്ല എന്നാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനായുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പുതിയ നിർദ്ദേശം. വൻ നഗരങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ ഈ നിബന്ധന നിർബന്ധമായും നടപ്പിലാക്കണമെന്നാണ് സമിതിയുടെ നിർദ്ദേശം. നിലവിൽ വൻ നഗരങ്ങളിലെ ആശുപത്രി മുറികൾക്ക് വലിയ തുകയാണ് ഈടാക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളിലെ വ്യത്യാസം കാരണം ഒരേ നഗരത്തിൽ തന്നെ പല നിരക്കുകളാണ് ഉള്ളതെങ്കിലും വാടക നിയന്ത്രണം അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ടെന്നാണ് സമിതി വിലയിരുത്തിയത്. അതേസമയം അടിസ്ഥാന വാടകയ്ക്ക് മാത്രമേ ഈ നിയന്ത്രണം ബാധകമാവുകയുള്ളൂ. റെസിഡന്റ് ഡോക്ടർമാരുടെ ഫീസ്, നഴ്സിംഗ് ചാർജ്, ഡിസ്പോസിബിൾ സാധനങ്ങളുടെ വില, ഭക്ഷണം, അലക്ക് തുടങ്ങിയവയ്ക്കുള്ള തുക വാടകയ്ക്ക് പുറമെ ആശുപത്രികൾക്ക് ഈടാക്കാവുന്നതാണ്. ഇതിലൂടെ മൊത്തത്തിലുള്ള ചിലവുകളിൽ വ്യക്തത വരുത്താൻ സാധിക്കുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ബില്ലുകളിലെ വിവിധ വിവരങ്ങൾ പരിശോധിച്ച ശേഷമാണ് സമിതി ഈ നിഗമനത്തിലെത്തിയത്. പൊള്ളുന്ന ചികിത്സാ ചിലവാണ് മറ്റൊരു ഘടകം. നാഷണൽ സാമ്പിൾ സർവേയുടെ കണക്കുകൾ പ്രകാരം സർക്കാർ ആശുപത്രികളിൽ ശരാശരി 6631 രൂപയാണ് കിടത്തി ചികിത്സയ്ക്ക് ചിലവാകുന്നതെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ ഇത് 50,508 രൂപയായി ഉയരും. രാജ്യത്തെ മൊത്തം ശരാശരി കിടത്തി ചികിത്സാ ചിലവ് 37,858 രൂപയും ആളുകൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കേണ്ടി വരുന്നത് ശരാശരി 34,064 രൂപയുമാണ്. കൂടാതെ ചികിത്സാ ചെലവിൽ പ്രതിവർഷം 10 മുതൽ 13% വരെ വർധനവാണ് ഉണ്ടാകുന്നത്. ഇത് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിനെയും ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നും സമിതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രോഗികളെ ചൂഷണം ചെയ്യുന്ന മറഞ്ഞിരിക്കുന്ന ചാർജുകളും മുറി വാടകയുടെ അടിസ്ഥാനത്തിൽ ബില്ല് കൂട്ടുന്ന പ്രവണതയും ഒഴിവാക്കണം. ഇതിനു പകരമായി സ്വകാര്യ സർക്കാർ ആശുപത്രികൾ ശസ്ത്രക്രിയകൾക്കും മറ്റു പ്രധാന ചികിത്സകൾക്കും ഒരു നിശ്ചിത പാക്കേജ് നിരക്ക് ഏർപ്പെടുത്തണമെന്നും ഇത് ആശുപത്രികളിൽ പരസ്യമായി പ്രദർശിപ്പിക്കണമെന്നും സമിതി നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സർജന്റെ ഫീസ്, പരിശോധനകൾ, മറ്റ് അവശ്യ സാധനങ്ങൾ, ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള പരിചരണം എന്നിവയെല്ലാം ഉൾപ്പെടുന്നതായിരിക്കണം ഈ പാക്കേജ്. ഇതിലൂടെ ചികിത്സാ ചിലവുകൾക്ക് ഒരു പരിധി നിശ്ചയിക്കാനും രോഗികൾക്ക് തങ്ങളുടെ ചികിത്സാ ചിലവിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കാനും സാധിക്കുമെന്ന് സമിതി ചൂണ്ടിക്കാട്ടി. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി സമർപ്പിച്ച ഈ നിർദ്ദേശങ്ങൾ നിയമമാകണമെങ്കിൽ സർക്കാരിന്റെ അംഗീകാരം ആവശ്യമാണ്. സർക്കാർ ഇത് അംഗീകരിച്ച് നടപടികൾ സ്വീകരിച്ചാൽ മാത്രമാകും ആശുപത്രികളിൽ ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരിക.